കാലാവസ്ഥ വിവരങ്ങളുമായി അശ്വതി വിശ്വനാഥനുണ്ട്. അശ്വതി, ഇന്ന് എങ്ങനെയുണ്ട് കാലാവസ്ഥ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലെ സംസ്ഥാനത്ത് ചില ജില്ലകളിൽ വേനൽമഴ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വേനൽമഴയൊക്കെ ഉണ്ടെങ്കിലും ചൂടിന് യാതൊരു കുറവുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ഇന്ന് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയാണ്. പൊങ്കാലിടുന്നവർ ശ്രദ്ധിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് പതിവ് പോലെ മാപ്പ് പരിശോധിക്കാം. കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചന പ്രകാരം അടുത്ത 5 ദിവസത്തേക്കാണ് വേനൽമഴ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ മലപ്പുറം, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, തൃശ്ശൂർ ഈ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ നേരിയ മഴ, ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റു ജില്ലകളിൽ നിലവിൽ പ്രത്യേകിച്ച് യാതൊരു മുന്നറിയിപ്പുകളൊന്നുമില്ല. വേനൽ മഴയൊക്കെ ആണെങ്കിലും താപനിലയ്ക്ക് ഒട്ടും തന്നെ കുറവില്ല. ഏതൊക്കെ ജില്ലകളിൽ എങ്ങനെയൊക്കെയാണ് താപനില എന്ന് നമുക്ക് പരിശോധിക്കാം. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. 38 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ്. ഇതിന് തൊട്ടു പിന്നാലെ എറണാകുളം, കോഴിക്കോട് എന്നീ ജില്ലകളാണുള്ളത്. 36 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഇരു ജില്ലകളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി കാലാവസ്ഥ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പും കൂടിയുണ്ട്. കന്യാകുമാരി തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്ന് കാലാവസ്ഥ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക തന്നെ വേണം. ചൂട് കഠിനമാണ്, എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. പൊങ്കാലയിടുന്നവർ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം. അന്തരീക്ഷ താപനില ഉയരുന്നതുകൊണ്ട് എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കണമെന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. വെള്ളം നന്നായി കുടിക്കണം. തണ്ണിമത്തൻ പോലുള്ള ജലാംശങ്ങൾ കൂടുതലടങ്ങിയ പഴങ്ങൾ കഴിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. കയ്യിൽ കരുതുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പൊങ്കാലിടുന്നവരും മറ്റുള്ളവരും എല്ലാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മുൻകരുതലുകൾ. സേതു. ശരി അശ്വതി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പൊങ്കാല ഇടാനുള്ള ഈ ആളുകളെല്ലാം, അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നല്ല വെയിലാണ്. കാരണം ആറ്റുകാൽ ആ പരിസരത്തൊക്കെ ഈ തണലിൻ്റെ ഒരു തരിമ്പ് പോലും ഇല്ല. പിന്നീട് നമ്മൾ ഈ കിഴക്കേക്കോട്ട ആ ഭാഗത്തോട്ട് വരുമ്പോഴും പാളയത്തും കിഴക്കേക്കോട്ടയിലും PMGയിലും ഒന്നുമില്ല. അപ്പോൾ ചുരുക്കം ചില ആളുകൾക്കൊക്കെ ആയിരിക്കും മരത്തണലൊക്കെ കിട്ടുക. അതല്ലാത്തവരൊക്കെ മരത്തണലിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഉച്ച സമയമാണ്, 10 മണിക്കൊക്കെ ശേഷമാണ്, 10 മണി തൊട്ട് 2 മണി വരെ കട്ടയ്ക്ക് വെയിൽ വരുന്ന സമയമാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക. കാരണം അവിടെ എല്ലായിടത്തും വെള്ളവും കാര്യങ്ങളും ഒക്കെ കിട്ടും. സന്നദ്ധ പ്രവർത്തകർ ഒരുപാടുള്ള സ്ഥലമാണ്. നമ്മുടെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് നമുക്ക് വെള്ളമൊക്കെ തന്നെ നമ്മളെ കെയർ ചെയ്യുന്ന കൂട്ടരാണ് അവിടെ ഉള്ളവരെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചില ആളുകളൊക്കെ ഉണ്ട്, പൊങ്കാല ഇട്ടതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ കുറച്ച് വാശിയൊക്കെ ഒന്ന് ഉപേക്ഷിക്കണം. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഒരു അന്തരീക്ഷം, നമ്മുടെ ആരോഗ്യമൊക്കെ അതിനൊരു പരിഗണന കൊടുക്കണം. വെള്ളം കറക്റ്റായിട്ട് കുടിച്ച് പോവുക. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വെള്ളമൊക്കെ കുടിച്ച് നിർജ്ജലീകരണം ഒക്കെ ഒഴിവാക്കുക. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഓക്കെ അശ്വതിയാണ് സ്കൈ വാച്ചിൽ നമുക്ക് സമഗ്രമായ വിവരങ്ങളൊക്കെ നൽകിയത്.